ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ ഗോപിനാഥ് കൂടി ചേരുകയാണ്. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രതിനിധിയാണ് അദ്ദേഹം. ശ്രീ ഗോപിനാഥ്, താങ്കൾ കേട്ടുകാണുമെന്ന് ഞാൻ കരുതുന്നു. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ആയിരുന്നു സംസാരിച്ചിരുന്നത്. ഒരു തരത്തിലും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക എന്നത് അംഗീകരിക്കാനാകില്ല എന്നതാണ് വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട്. നിങ്ങൾക്ക് ആ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരും എന്നാണ് തോന്നുന്നത്? ഞങ്ങൾ പിന്നോട്ട് പോകേണ്ടി വരുന്ന ഞങ്ങൾ ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ സർവീസ് നടത്തുന്ന ബസ്സുകളാണ്. ഞങ്ങള് ബസ്സുകൾ ഓടുന്നതിനും ബസ്സിൽ ഡീസൽ അടിക്കുന്നതിനും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കുന്നതിനും ഞങ്ങൾക്ക് പണം കിട്ടിയില്ലെങ്കിൽ, അറ്റകുറ്റപ്പണികൾക്കും പണം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇത് ഒഴിവാക്കി പോകേണ്ടി വരും. വിദ്യാർത്ഥി സംഘടനകൾ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചാൽ അവർക്ക് തന്നെയാണ് ബസ്സുകൾ ഇല്ലാത്ത സ്ഥിതി വരിക. അത് മനസ്സിലാക്കണം. ഇവിടെ സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള KSRTC എത്രത്തോളം വിദ്യാർത്ഥികളെ ഇത് കൊണ്ടുപോകുന്നുണ്ടെന്ന് അവരൊന്ന് പരിശോധിക്കട്ടെ. ഞങ്ങളിപ്പോൾ ഒരു തർക്കത്തിനൊന്നും ഞങ്ങൾ അവരോട് തയ്യാറല്ല. പക്ഷേ ഞങ്ങൾ ഈ ബസ്സുകൾ ഇവിടെ ഓടിയില്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾ ഓട്ടോറിക്ഷയ്ക്കും ഇവിടുത്തെ വലിയ കച്ചവട സ്ഥാപനങ്ങളിലെ കച്ചവട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബസ്സുകളിൽ ഞങ്ങളിൽ 40 ഒരു മാസത്തേക്ക് 40 രൂപ ഞങ്ങൾക്ക് തരണമെങ്കിൽ 400-600 രൂപ കൊടുത്തിട്ട് അത്തരം കച്ചവട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബസ്സുകളിൽ യാത്ര ചെയ്യാൻ അവരൊരുക്കമാണെങ്കിൽ അവർ ഈ കാര്യത്തിൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് അവർ ഈ പറയുന്ന കാര്യത്തിൽ അവരെന്നാണ് അനുഭവിക്കുക. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ 1 രൂപയ്ക്ക് എന്താ കിട്ടുക? വിദ്യാർത്ഥികളുടെ ഫീസ് വർദ്ധിപ്പിച്ചു, വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസ് വർദ്ധിപ്പിച്ചു, പാഠപുസ്തകത്തിന് വില വർദ്ധിപ്പിച്ചു, ഇവിടെ കറണ്ടിന് വില വർദ്ധിപ്പിച്ചു, വെള്ളത്തിന് വില വർദ്ധിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും വലിയ വില വർധന ഉണ്ടായിട്ടും ഈ 11-13 കൊല്ലം മുമ്പ് നിശ്ചയിച്ച 1 രൂപയ്ക്ക് ഇപ്പോഴും സംസ്ഥാനത്ത് വിദ്യാർത്ഥികളെ കൊണ്ടുപോകണമെന്ന് പറയുന്നതിന്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ 1 രൂപയ്ക്ക് കിട്ടുന്ന കാര്യം എന്താണ്? അപ്പൊ ഈ വിദ്യാർത്ഥികൾ അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചാൽ ബസ്സുകളുടെ എണ്ണം 30,000-ൽ നിന്ന് ഇപ്പൊ 8,000-ലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനിയും ബസ്സുകൾ ഇല്ലാതെ വരും. ഇവിടെ സ്വകാര്യ ബസ്സുകൾ ഇല്ലാതെ വന്നാൽ ഈ വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് കഷ്ടപ്പാടുണ്ടാവുക. വിദ്യാർത്ഥികളെ മറ്റൊരു ചെലവിലും കൺസെഷൻ ഒഴികെ നിങ്ങൾ മറ്റ് ചില ആവശ്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. പെർമിറ്റ് ഉൾപ്പെടെയുള്ള പെർമിറ്റ് നൽകുക മാത്രമല്ല, അനാവശ്യ പിഴ ഈടാക്കുന്നത് ഒഴിവാക്കുക തുടങ്ങി. അപ്പോൾ ഈ കൺസെഷൻ ഒഴിവാക്കി മറ്റ് വിഷയങ്ങളിൽ ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു നിലപാടുണ്ടായാൽ സമരം പിൻവലിക്കുമോ? ഒരിക്കലുമില്ല. കാരണം ഞങ്ങളുടെ ബസ്സുകൾ കയറുന്ന ഞാൻ വളരെ ഒന്നുകൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്റെ വിഷയം. ഞങ്ങള് എല്ലാ 2 വർഷം കൂടുമ്പോഴും 2018-ല് 2020-ല് 2022-ലൊക്കെ ഇവിടെ ബസ് ചാർജ് വർദ്ധിപ്പിച്ചപ്പോൾ ഒന്നും തന്നെ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചില്ല. ഇപ്പൊ ഇവിടെ 2022 കഴിഞ്ഞ് 2025-ആയി, 3 കൊല്ലം കഴിഞ്ഞു. ഞങ്ങളുടെ പ്രവർത്തന ചെലവുകളൊക്കെ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ബസ് ചാർജ് വർധനവിന്റെ സമയമായി ഇപ്പോൾ. പക്ഷെ ഞങ്ങൾ ബസ് ചാർജ് വർധനവ് ആവശ്യപ്പെടാണ്ടേ ഞങ്ങൾ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവ് ആവശ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ ബസ്സുകളിൽ കയറുന്ന യാത്രക്കാരിൽ 60% വരുന്ന വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ വർധനവില്ലാതെ ഞങ്ങളുടെ ചെലവിലുണ്ടാവുന്ന ഞങ്ങളുടെ വർധനവിന് തടയിടാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവില്ലാതെ ഈ വ്യവസായം മുന്നോട്ട് പോകില്ല. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം, ഇവിടെ പെർമിറ്റുകളുടെ കാര്യം പറഞ്ഞു. ഞങ്ങൾ ഇവിടെ 10, 40, 50 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങി വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ പെർമിറ്റുകൾ സമ്പാദിച്ച് സർവീസ് നടത്തുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ ഈ ബസ്സുകളൊക്കെ നിർത്തി പോകണം, ഇത് KSRTC നടത്താൻ പോകണമെന്നാണ് പറയുന്നത്. KSRTC സ്ഥിതി ഞാൻ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. നമ്മുടെ നാട്ടിലെ KSRTC എങ്ങനെയാണ് നടത്തുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ ആ KSRTCക്ക് വേണ്ടി സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ ശ്രമം അത് ഞങ്ങൾ നിലവിൽ പിന്നോട്ടില്ല എന്ന് ബസ് ഉടമകൾ പറയുന്നു. ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ അവർ സമരത്തിലേക്ക് നീങ്ങുന്നത്. അതേസമയം കൺസെഷൻ കൂട്ടാൻ അനുവദിക്കില്ല, കൺസെഷൻ നിരക്കിൽ ഒരു മാറ്റവും അനുവദിക്കില്ല എന്ന് വിദ്യാർത്ഥി സംഘടനകളും നിലപാടെടുക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എങ്ങനെ ഈ വിഷയം സർക്കാർ കൈകാര്യം ചെയ്യുന്നു എന്നത്. കോഴിക്കോട്